ഇനി അടുത്ത വന്നൊരു ട്രോളാണ്. ഒരു ഹിന്ദു യുക്തിവാദിയുടെ ശരിക്കുള്ള അവസ്ഥ. ഗുരുവായൂരിൽ ചോറൂണ് നടത്തുന്ന മാതാപിതാക്കൾ, വീട്ടിൽ എന്നും സന്ധ്യാദീപം കൊളുത്തുന്ന അമ്മ, ഹിന്ദു ആചാരങ്ങൾ അനുസരിച്ചുള്ള വിവാഹം, പിന്നെന്താണ് 916 ക്യാരറ്റ് ഈശ്വരവിശ്വാസിയായിട്ടുള്ള സഹധർമ്മിണി, അച്ഛൻ്റെ അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾ ഹിന്ദു ആചാരപ്രകാരം തന്നെ നടത്തുന്നു. അവസാനം ഫേസ്ബുക്കിൽ വന്നിട്ട് എന്താ പറയുന്നത്? ആർച്ച ഭാരത സംസ്കാരം ഞങ്ങൾക്ക് മാങ്ങാണ്ടിയാണ്. ട്രോളാണ്. അതിന്റെ തൊട്ടടുത്തുള്ള ട്രോൾ നോക്കുക. യുക്തിവാദി, ഹിന്ദു മതത്തിൽ ജനിച്ച യുക്തിവാദിയായ ഞാൻ ആചാരപ്രകാരം താലി കെട്ടിയതും കുഞ്ഞിന് അരഞ്ഞാണം കെട്ടും ചോറൂണും നടത്തിയതും അപ്പോൾ ജനങ്ങൾ അറിയണം. വീട്ടുകാർക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്തായിരിക്കും അല്ലേ? അതെ, അതെങ്ങനെ മനസ്സിലായി? മനസ്സിലായി. അപ്പൊ ഇവിടെ എല്ലാം വരുന്നൊരു പ്രശ്നം, ഗുരുവായൂരിൽ പോയി ചോറൂണ് നടത്തുക. അപ്പൊ ഇവിടെ ഈ വിവാഹത്തിന്റെ ഒരു വലിയ പ്രശ്നം വരുന്നു. ഞാൻ ഈ വിവാഹത്തിന്റെ കാര്യം കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള പറഞ്ഞ, വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്കുള്ള ഒരു ഏർപ്പാടല്ലല്ലോ. അപ്പൊ അതിനകത്തൊരു വലിയൊരു കൊടുക്കൽ വാങ്ങലുകളുണ്ട്. ഇപ്പോ ഞാൻ കഴിഞ്ഞ പ്രോഗ്രാമിൽ തന്നെ പറഞ്ഞു, എപ്പോഴും നിങ്ങളുടെ വധുവോ വരനോ ഒക്കെ പലപ്പോഴും ഒരു റിലീജിയസ് പ്രോഡക്റ്റ് ആയിരിക്കും. അവർ മാത്രമായിരിക്കില്ല, നിങ്ങളുടെ ഭാര്യ മാത്രമായിരിക്കില്ല, അവരുടെ കുടുംബം, അവരുമായി ബന്ധപ്പെട്ട ആൾക്കാർ, ഇതെല്ലാം ഒരു പാക്കേജാണ്. നിങ്ങൾ ഈച്ച് ആൻഡ് എവറിത്തിങ് എവറി ടൈം നിങ്ങൾക്ക് ഓരോ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരികയാണ്. നിങ്ങൾക്കറിയാം, എപ്പോഴും തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ റിഡൻ ആയിരിക്കും. തന്നെ നടക്കും. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഹൃദയത്തിന്റെ മിടിപ്പ്, നിങ്ങൾക്ക് തീരുമാനം എടുക്കണം, മിടിച്ചോണ്ടേയിരിക്കും, മരിക്കുന്നവരങ്ങനെ സംഭവിക്കും. മനസ്സിലായോ? ഇനി പഠിക്കണോ പഠിക്കണ്ടയോ, വെള്ളം അടിക്കണോ അടിക്കണ്ടയോ, ഇതൊക്കെ നിങ്ങൾ തീരുമാനം എടുക്കണ്ടേ. അതുകൊണ്ട് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും. ഒരു തീരുമാനം എടുക്കേണ്ടതായ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ സുഖപ്രദം. ഒരു മതജീവിയെ സംബന്ധിച്ചോളം മതാചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രത്യേകിച്ച് അവൻ തീരുമാനം എടുക്കേണ്ട, അവനങ്ങ് ചെയ്താൽ മതി, ഒഴുക്കിൻ്റെ കൂടെ അങ്ങ് പോയാൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരു മതാധിഷ്ഠിത സമൂഹത്തിൽ ഒരു അവിശ്വാസിക്ക് ഓരോ നിമിഷവും തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. തീരുമാനങ്ങൾ എടുക്കുന്നത് സൗജന്യമല്ല, അതിന് കോസ്റ്റ് ഉണ്ട്, അതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഗുരുവായൂർ ചോറൂണ് നടത്തണമെന്ന് പറയണം. ആകെ ഒരു കുട്ടി ഉണ്ടായി, അവരുടെ ലോജിക്ക് അങ്ങനെയാണ്. അവനിനി എന്തെങ്കിലും സംഭവിച്ചാലോ, നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ അവിശ്വാസിയാണ്, നിങ്ങൾ അത് കൊണ്ടുപോയിക്കോളൂ, എന്നിങ്ങനെ ഒരുപാട് കാര്യം. നിങ്ങൾ വരുന്നുണ്ടോ, ഇനി ഞാൻ എൻ്റെ മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും, അല്ലെ ഭർത്താവിൻ്റെ ഇരിക്കായാലും നോക്കും. ഇങ്ങനെ ഒരുപാട് ടെൻഷൻ വരികയും ദിവസവും ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ ഫ്രീ തിങ്കറാണ്. ഫ്രീ തിങ്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വതന്ത്രമായി ചിന്തിക്കുക, മറ്റുള്ളവരെ സ്വതന്ത്രമായി ചിന്തിക്കാൻ അനുവദിക്കുക. അതാണല്ലോ എൻ്റെ അടിസ്ഥാനം. അല്ല, ഞാൻ സ്വതന്ത്രമായി ചിന്തിക്കും, പക്ഷേ എല്ലാവരും ഞാൻ ചിന്തിക്കുന്നതോടെ ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ അതിനെ ഫ്രീ തിങ്കിങ് എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, ഓരോരോ ഇത് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇവർ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള പ്രഷർ ഉണ്ടാക്കാതിരിക്കുക. അത് സാധിക്കില്ല, ഞങ്ങൾ പ്രഷർ തരും, ഞങ്ങളിങ്ങനെ ഇല്ല ഇത് കെട്ടില്ല, ആണി കെട്ടില്ല, ഞാൻ ഇങ്ങനെ ആണി കയറ്റിക്കൊണ്ടേയിരിക്കും, പക്ഷെ നീ കരയോ ഇല്ലയോ എന്നുള്ളതാണ്. അല്ലേ, ആണി കുറെ കയറ്റുമ്പോൾ കരയത്തില്ലേ മനുഷ്യര്? ചിലർ കരയത്തില്ലായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചിരിക്കും, കട്ട നിരീശ്വരവാദി. എത്ര പേരെ കൊണ്ട് പറ്റും? നീ ആണി മാറ്റൂ, നീ ഇത് കുത്തിക്കരുന്ന സാധനം മാറ്റൂ. മതം എന്ന് പറയുന്നത് അവന്റെ സാമൂഹ്യ ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെയും കുടുംബം പോലെയുള്ള സ്ഥാപനങ്ങളിലൂടെയും അവിശ്വാസിയുടെ മേലിൽ നിരന്തരമായി ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പൊ പറയുന്നുണ്ട്, വീട്ടിൽ നിന്ന് സന്ധ്യാദീപം കൊളുത്തുന്ന അമ്മ എന്താ വേണം? മേലിൽ ഇവിടെ സന്ധ്യാദീപം, ഞാൻ വലിയ നിരീശ്വരവാദിയാണ്, മേലിലൂടെ കൊളുത്തരുതെന്ന് പറഞ്ഞാൽ എല്ലാം വലിച്ചു പറിച്ച് തോട്ടിക്കളയണം. അല്ല, എന്താ ഞാൻ പറഞ്ഞ വിഷയമാണ്. തോട്ടിക്കളഞ്ഞാൽ എന്താ പറയും? നോക്കൂ, ഇവൻ ഇത്രയും തറയാണോ ഇവൻ? അവന്റെ പാവം ആ സ്ത്രീ എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ, ഇവനങ്ങ് വലിയ ഇതായിക്കോട്ടെ. ഇവിടെ ഒന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാനുള്ള സാഹചര്യത്തിൽ ഏതെങ്കിലും ഒന്നും ചെയ്തല്ല പറ്റൂ. ഇനി വേറൊന്നുണ്ട്, ഹിന്ദു ആചാരങ്ങൾ അനുഷ്ഠിച്ചു വരുന്ന വിവാഹം. പെൺകുട്ടി വിവാഹം ഒരു ഹിന്ദു വിവാഹമാണെങ്കിൽ നാലുകാലല്ല സോറി ഇവിടെ സോജനൊക്കെ വന്നിരിക്കുന്നു കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നാലുകാലല്ല, വലതുകാല് വെച്ച് കയറുന്നു. വലതുകാല് വെച്ച് കയറുന്ന ആളുടെയൊക്കെ പറയാം, ഇങ്ങനൊന്നും പറ്റില്ല എന്ന് എന്താ പറയാൻ പറ്റും ആളുകൾക്ക്? അതുപോലെ തന്നെയാണ് 916 ക്യാരറ്റ് വിശ്വാസമുള്ള സഹധർമ്മിണി. അപ്പോൾ എന്താണ് സഹധർമ്മിണിയുടെയൊക്കെ രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഇൻ്റലക്ച്വലായിട്ടും ഇമോഷണലായിട്ടും അവരോട് കാര്യങ്ങൾ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഈ ഇമോഷണൽ മെസ്സാജിങ്, ഇൻ്റലക്ച്വൽ മെസ്സാജിങ് എന്നൊക്കെ പറയുമ്പോൾ ഈ പലരും ഈ ജിമിക്കി കമ്മൽ മോഡലിൽ ചിന്തിക്കുന്ന ടീമുകളുണ്ട്. ഈ മസാജിങ് എന്നൊക്കെ പറയാൻ വളരെ മോശമല്ലേ? ഒരു കാര്യം നമ്മളെപ്പോഴും, ഉദാഹരണമായിട്ട്
നമ്മളൊരു ഇഞ്ചക്ഷൻ എടുക്കുന്നു. ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അതിൻ്റെ ഒരു ഇത് വെച്ച് ഇങ്ങനെ മെല്ലെ ഒരു കഥയൊക്കെ പറഞ്ഞിട്ട് അല്ലേ? ചിലപ്പോൾ അസ്വീകാര്യമായിട്ടൊരു ആശയമായിരിക്കും, അത് പറയുന്ന ഒരു രീതിയുണ്ട്. അത് ഒരു നല്ല കാര്യം ചെയ്തുകൊണ്ട്, ഒരു സഹായം ചെയ്തുകൊണ്ട്, അവരെ ഏറ്റവും പ്ലസൻ്റ് ആയിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചുകൊണ്ട് അയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ബെറ്റർ റിസൾട്ട് ഉണ്ടാവും. അത്രയേ അർത്ഥമുള്ളൂ. അത് ബൗദ്ധികമായിട്ടാണെങ്കിലും വൈകാരികമായിട്ടാണെങ്കിലും നമ്മൾ ഒരു കാര്യം പറയുന്ന രീതിക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമുക്ക് നാളെ നോക്കാം എന്ന് പറയുന്നതിനേക്കാൾ നാളെ നോക്കിയേ പറ്റൂ എന്ന് പറയുന്നതിൽ വ്യത്യാസമുണ്ട്. അതിനകത്തുള്ള ഈ വരും ഭാഷ മാത്രമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ സംസാരിക്കാമെന്നല്ലാതെ അവരുടെ ആശയങ്ങളിൽ യാതൊരു എന്നിട്ട് ഈ ഉക്തൻ ഫേസ്ബുക്കിൽ കയറുമ്പോൾ ആർച്ച ഭാരത സംസ്കാരം ഞങ്ങൾക്ക് മാങ്ങണ്ടിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നവരുണ്ടാവും. അവർ നിസ്സഹായരാണ്. അവർ നടന്നു പോകുന്ന വീതികളിലൂടെ ഈ കുപ്പിച്ചില്ലും ഈ മാലിന്യങ്ങളും എല്ലാം ഇങ്ങനെ വാരി വിതറുമ്പോൾ അവർ ഒരാൾ ചെരുപ്പ് ഉപയോഗിച്ച് നടക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അവരെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ അവർ ഫേസ്ബുക്കിൽ വരുമ്പോൾ പിന്നെ ഈ മതവിമർശനം പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞങ്ങൾ നിങ്ങളെ അവിടെ ശിക്ഷിക്കുന്നുണ്ട്, അപ്പോൾ അവിടെ നിങ്ങൾ ഒതുങ്ങുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ വന്നും പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്ത് വേണം? അവിടെ ഒതുങ്ങാൻ പാടില്ല. അവിടെ ഒതുങ്ങാൻ പാടില്ല എന്ന് പറയുമ്പോൾ എല്ലാം കോഞ്ഞാട്ടമായിട്ട് അവിടെ തന്നെ ആക്കി തരും. പിന്നെ ഫേസ്ബുക്കിലോട്ട് വരേണ്ട കാര്യമില്ല. ജീവിക്കാൻ സമ്മതിക്കില്ല. ഇത് തുറന്നു പറയണം എല്ലാവരും. മനസ്സിലായില്ലേ? ഇത് നിരീശ്വരവാദത്തിൻ്റെയോ അല്ലെ ഭൗതികവാദത്തിൻ്റെയോ ശാസ്ത്രബോധത്തിൻ്റെയോ കുഴപ്പമല്ല, മറിച്ച് ഒരു പീഡനത്തിന്റെ ഫലമാണ്. ഈ പീഡനം പിൻവലിക്കുക. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ എഞ്ചിൻ ഓഫാക്കുക.